പ്രിയ സ്നേഹിതരെ, സ്കൂൾ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അറിയാം ഗ്രാഫ് പേപ്പർ എന്തിനുപയോഗിക്കുന്നു എന്ന്. അവർ പഠിക്കുന്ന കണക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുമ്പോൾ ആ ഉത്തരത്തിൻ്റെ ചില പ്രത്യേകതകൾ സൂചിപ്പിക്കുവാൻ, ആ ഉത്തരം ഏത് ദിശയിലേക്ക് പോകുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുവാൻ ഗ്രാഫ് പേപ്പറിൽ അടയാളപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. ഇതേപോലെ നമ്മുടെ പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ചില രാജ്യങ്ങളുടെ, ചില സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നിലവാരം വർദ്ധിക്കുന്നുവെങ്കിൽ അത് ഒരു ഗ്രാഫ് എന്ന രൂപേണ മുകളിലേക്ക് അടയാളപ്പെടുത്തി മുകളിലേക്ക് അടയാളപ്പെടുത്തും. അതിൻ്റെ അർത്ഥം ആ സാമ്പത്തിക നിലവാരം ആ സംസ്ഥാനത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഉയർച്ചയിലേക്ക്, വർധനവിലേക്ക് പോകുന്നു എന്നാണ്. ഇതേപോലെ കമ്പോള നിലവാരം, ചില സാധനങ്ങളുടെ വില സൂചിക വർദ്ധിക്കുന്നുണ്ടോ അത് കുറയുന്നുണ്ടോ എന്നൊക്കെ സൂചിപ്പിക്കുവാൻ ഒരു ഗ്രാഫ് രൂപേണ നമുക്ക് വ്യക്തമായി ഗ്രഹിക്കത്തക്കവണ്ണം ചെയ്യുന്ന രീതിയുണ്ട്. ഇതേപോലെ നമ്മുടെ ജീവിത നിലവാരം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ഉയർച്ചയിലേക്കാണോ അതോ ഞാൻ താഴ്ചയിലേക്കാണോ? കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഞാൻ വർധനവിലേക്കാണ്, ഞാൻ നേട്ടങ്ങൾ കൊയ്തെടുത്തു, എൻ്റെ ജോലിയിൽ ഉദ്യോഗ കയറ്റം കിട്ടി, എൻ്റെ സാമ്പത്തിക നിലവാരം ഉയർച്ചയിലേക്ക് പോയി എന്നൊക്കെ പറയുവാൻ അനേകർക്കും കഴിയും. എന്നാൽ ഇതേപോലെ തന്നെ എൻ്റെ സാമ്പത്തിക നിലവാരം കുറഞ്ഞുപോയി, എനിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി, എനിക്ക് രോഗങ്ങൾ പിടിപെട്ടു, ഞാൻ ഉദ്ദേശിച്ചതുപോലെ കൂട്ടലുകൾ എനിക്ക് ശരിയായി വന്നില്ല, എൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി, നിരാശയിലേക്ക് പോയി എന്ന് പറയുന്ന അനേകരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ വ്യത്യസ്ത നിലവാരങ്ങൾ, ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും ഒക്കെ പോയവർ നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ ഈ വ്യത്യസ്ത കൂട്ടരോട് എനിക്ക് ഇന്ന് പറയാനുള്ള സന്ദേശം എന്നറിയാമോ? ഉയർച്ചയിലേക്ക് പോയവർ, നേട്ടങ്ങളിലേക്ക് പോയവർ ഒന്ന് നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് നോക്കണം. നിലവാര തകർച്ച വന്ന്, നഷ്ടങ്ങൾ വന്ന്, കഷ്ടങ്ങൾ വന്ന്, രോഗങ്ങൾ പിടിപെട്ട് നിസ്സഹായ അവസ്ഥയിലായി തീർന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ ഉയർച്ച ലഭിച്ചവർ, നേട്ടങ്ങൾ കൊയ്തവർ, ഉദ്യോഗ കയറ്റം ലഭിച്ചവർ ഒരു കാര്യം തീരുമാനിക്കണം. ഇന്ന് പകരം ദൈവമേ, എനിക്ക് അങ്ങ് കഴിവ് തന്നല്ലോ ജോലി ചെയ്യുവാൻ, എൻ്റെ ബുദ്ധി വികസിപ്പിക്കുവാൻ, എൻ്റെ അറിവ് നേടുവാൻ എനിക്ക് പ്രാപ്തി തന്ന ദൈവമേ, ഞാൻ എനിക്ക് ലഭിച്ച നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു എന്ന് പറയുന്നതിനോടൊപ്പം എടുക്കേണ്ട ഒരു തീരുമാനമാണ് എൻ്റെ ചുറ്റുപാടിൽ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും രോഗങ്ങളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും നിരാശയിലുമായി തീർന്ന ചിലരെയെങ്കിലും ഒന്ന് ഒരു നല്ല വാക്ക് പറഞ്ഞ്, ഒന്ന് കൈപിടിച്ച്, ഒന്ന് സഹായിച്ച്, ഒരല്പം പണം കൊടുത്ത് അവരെ സഹായിച്ച്, നമ്മൾക്ക് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കുമെങ്കിൽ, സമയമുണ്ടെങ്കിൽ അതിനുവേണ്ടി സമയം മാറ്റിവെച്ച് അവർക്ക് വേണ്ടി എൻ്റെ പണവും എൻ്റെ ആരോഗ്യവും എൻ്റെ സമയവും ഞാൻ ചെലവഴിക്കും, ഉപയോഗിക്കും എന്ന് കൂടെ തീരുമാനിക്കണം. ദൈവം പല തട്ടുകളിലുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ളത് നാം ഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തോട് നാം പറയണം, എൻ്റെ കടമയാണ് എൻ്റെ സഹജീവികളോട് കരുണ തോന്നുക, ആവശ്യത്തിലിരിക്കുന്നവരെ കൈപിടിച്ച് സഹായിക്കുക. നാം കണ്ടുണ്ടോ ചില വീടുകൾക്ക് ഓല മേയുവാൻ കഴിയാതെ ഓലയൊക്കെ ദ്രവിച്ചു പോയിട്ട് മഴക്കാലത്ത് മഴവെള്ളം വീടിനകത്ത് വന്നിട്ട് നനഞ്ഞ് വിറങ്ങലിച്ചിരിക്കുന്ന ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ അവർക്ക് ഓല മേയുവാനുള്ള കാശ് അല്ലെങ്കിൽ ഓല വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് മേയുവാൻ, അത് ഓല പുരയ്ക്ക് മുകളിൽ കെട്ടുവാൻ തക്കവണ്ണം ഒന്ന് സഹായിച്ചു കൊടുക്കാമോ? ചിലരുടെ ഓട് മേയുന്നതാണ്, ഓടൊക്കെ
പൊട്ടിയിട്ട് അതിലെ വെള്ളം താഴേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഭിത്തി പൊളന്നു പോകുന്നു, താഴെ ഇടിഞ്ഞു വീഴത്തക്കവണ്ണം കിടക്കുന്നു. പല വീടുകളുടെയും മേൽക്കൂരയില്ല, ചുറ്റുപാടുള്ള ഭിത്തിയില്ല, ടാർപ്പാളിൻ വലിച്ചു കിട്ടിയത് വീടുകൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമല്ലേ, നമ്മുടെ സഹജീവികളല്ലേ അവരെ കൂടെ താങ്ങുന്നത്, അവരെ ഒന്ന് സഹായിക്കുന്നത് നല്ല കാര്യമല്ലേ? നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയണം, ഞാൻ അധ്വാനിക്കുന്നത്, എനിക്ക് ദൈവം പണം ഉണ്ടാക്കുവാൻ കഴിവ് തന്നത് എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർ കൂടി ആണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം. അവരോട് പറയണം, ഞാൻ ഈ മാസം എനിക്ക് കിട്ടിയതിൽ ഇത്ര തുക ഞാൻ ഇന്നാർക്ക് വേണ്ടി, ഇന്ന ആവശ്യത്തിന് വേണ്ടി കൊടുത്തു. നമ്മൾ കൊടുക്കുമ്പോൾ പരിശോധിക്കണം, കൊടുക്കുന്നത് ആവശ്യത്തിലിരിക്കുന്നവരെ കണ്ടെത്തി കൊടുക്കണം. അങ്ങനെ ദൈവം പറയുന്നു, സഹജീവികളോടുള്ള സ്നേഹം, കരുതൽ നമുക്കുണ്ടായിരിക്കണം. 2 കൽപ്പനയാണ് പ്രധാനമായും ദൈവം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യണം. അതിന് തുല്യമായിട്ടുള്ള മറ്റൊരു കൽപ്പനയാണ്, നിന്റെ സ്നേഹിതനെ, നിന്റെ അയൽവക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് വരും ദിവസങ്ങൾ കൂടുതൽ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.